അൻവർ കീഴടങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ശക്തമായി പോരാടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയന് വേണ്ടിയിട്ട് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് വി ഡി സതീശനാണ്. ആ വി ഡി സതീശൻ്റെ ബാറ്റിൽ വീണിട്ട് എന്താണ് ആ ബോൾ തിരിച്ച് സതീശനിലേക്ക് തന്നെ കൊള്ളുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. എന്താണെന്നറിയോ, 2016 ആദ്യമായിട്ട് പി വി അൻവർ നിലമ്പൂർ മത്സരിക്കാൻ വരുന്നത്. അന്ന് ഷൗക്കത്തും പി വി അൻവറും ഡയറക്റ്റ് മത്സരമായിരുന്നല്ലോ. അന്ന് ഷൗക്കത്തിന് അവിടെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 66,354 വോട്ടാണ്. ആ 66,354 2016. 2017 വി വി പ്രകാശ് ആയപ്പം അത് 76,713 വോട്ടായിട്ട് വർദ്ധിച്ചു. അപ്പോൾ 10,000 വോട്ടിൻ്റെ വ്യത്യാസം കോൺഗ്രസ്സിന് ഈ ഷൗക്കത്തും ഈ വി വി പ്രകാശും തമ്മിലുള്ള വ്യത്യാസത്തിൽ വന്നു. എന്തുകൊണ്ട് 2016 പി വി അൻവർ അവിടെ ജയിച്ചു എന്നുള്ളതാണ്. ഇത് ഷൗക്കത്തും പി വി അൻവറും തമ്മിൽ മത്സരിച്ച സമയത്ത് കോൺഗ്രസിൻ്റെ വോട്ട് പി വി അൻവറിലേക്ക് പോയി. അങ്ങനെ എത്ര 77,854 വർദ്ധിച്ചു. അപ്പോൾ അതിന് മുൻപ് എന്താണ് കോൺഗ്രസ്സിന് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് എവിടെ പി വി അൻവറിന് കിട്ടി. അങ്ങനെയാണ് പി വി അൻവറിൻ്റെ വോട്ട് ജയിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന വോട്ട് അതെന്ത് ചെയ്തു, എൽ ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പി വി അൻവർ അവിടെ ജയിക്കുന്നത്. അതാണ് പൊതുസമ്മതനായ ഇടത് സ്വതന്ത്രനെ നിർത്താൻ കാരണം. അതുകൊണ്ടാണ് പി വി അൻവർ അവിടെ ജയിക്കുന്നത്. അതോടുകൂടി തന്നെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഡി സി സി പ്രസിഡൻറ്റും നിലമ്പൂരിലെ ഏറ്റവും സമ്മതനായ, ഇന്നേ വരെ മലപ്പുറം കണ്ടെത്താത്ത ഒരു കംപ്ലൈൻറ്റും ഒരു പരാതിയും ഒരു അഴിമതി ആരോപണം നേരിടാത്ത വി വി പ്രകാശിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അന്നേരം പോലും അൻവറിന് ജയിക്കാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്, കോൺഗ്രസിൽ നിന്നും അൻവറിലേക്ക് പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിഞ്ഞിട്ടില്ല, ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ആ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ്, അൻവറും പി വി അൻവറും ഈ ഷൗക്കത്തും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൽ നിന്നും അൻവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത വോട്ടും കൂടെ തിരിച്ച് കോൺഗ്രസിലേക്ക് വരികയും അവർക്ക് ഒന്നിച്ച് ജയിക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയും വഹാബ് സാഹിബും ഈ പറഞ്ഞ ലീഗ് നേതാക്കന്മാരും ഈ CMB-യും കോൺഗ്രസിലെ മുതിർന്ന ബോധമുള്ള നേതാക്കന്മാരും എല്ലാം പറയുന്നത് അൻവറിനെ കൂടെ നിർത്തണം എന്ന്. അത് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് അതോടെ ഈ 2 വോട്ടും അൻവറിലേക്ക് ഷൗക്കത്ത് മത്സരിച്ച സമയത്ത് പോയ വോട്ടും അൻവറിൻ്റെ കയ്യിലുള്ള വോട്ടും കൂടെ കൂടുമ്പോൾ ഷൗക്കത്തിന് കടന്നുകൂടാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുപോലെ അതോടുകൂടി CPM-ൻ്റെ വോട്ട് എന്താവും, CPM-ന് ജയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ എന്താണ്, പിണറായിസം വിജയിക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും അൻവറിൻ്റെ നിലപാട്. അതിന് മാറ്റം ഇപ്പം എന്താ സംഭവിക്കുന്നത്, അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ നോക്കുക. അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ അൻവർ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുപോയ വോട്ട് അൻവറിൻ്റെ കയ്യിലേക്ക് നിൽക്കും. ഈ ഷൗക്കത്തിൻ്റെ കയ്യിലിരിക്കുന്ന 66,000 വോട്ട് ഷൗക്കത്തിൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് വെക്കുക. അതിനേക്കാൾ കാരണം 2016 കൂടുതൽ വലിയ രീതിയിൽ ഇമേജ് വർധനയൊന്നും അവിടെ നിലമ്പൂരിൽ ഷൗക്കത്തിന് നടത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് 66,000 വോട്ട് കൊണ്ട് മാത്രം ഷൗക്കത്തിന് അവിടെ ജയിക്കാൻ കഴിയില്ല. അപ്പം അൻവർ 10,000 വോട്ട് അൻവർ അന്നും കൊണ്ടത് 10,000 വോട്ടാണ്. കാര്യം ഷൗക്കത്തും അൻവറും തമ്മിൽ മത്സരം നടത്തിയ സമയത്ത് കൊണ്ടുപോയത് 10,000 വോട്ടാണ്. ആ 10,000 വോട്ട് തന്നെ ഷൗക്കത്ത് നേടിയാൽ തന്നെ അൻവർ നേടിയാൽ തന്നെ ഷൗക്കത്ത് തോക്കും. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥീൻ്റെ കയ്യിൽ ഇൻഡാക്റ്റായി അവരുടെ കേഡർ വോട്ടായി നിൽക്കുന്നത് 70,000 വോട്ടാണ്. ആ 70,000 വോട്ട് തന്നെ അവർക്ക് കിട്ടിയാൽ തന്നെ 4,000-4,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കും. കഴിഞ്ഞില്ല. ഇനി എന്താണ്, ആ സമയത്ത് 2016 സമയത്ത് BDJS സ്ഥാനാർത്ഥിനെ നിർത്തിയപ്പോൾ അവർക്ക് കിട്ടിയ വോട്ട് 12,284. ഈ 12,284 വോട്ട് ഇപ്രാവശ്യം എന്ത് ചെയ്യുന്നില്ല, പോൾ ചെയ്യപ്പെടുന്നില്ല. അത് ഒരു കാരണവശാലും ഷൗക്കത്തിലേക്ക് പോകാൻ പോകുന്നില്ല. ആ ഷൗക്കത്തിലേക്ക് പോകാത്ത വോട്ട് എവിടേക്ക് ചെയ്യും, അതും കൂടെ ഇടതുപക്ഷത്തേക്ക് ചെയ്യും. അപ്പോൾ അതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടും. അപ്പോൾ എന്താണ്, മിനിമം ഒരു 10,000 തുടങ്ങിയിട്ട് 15,000 വോട്ടിൻ്റെ ഷിഫ്റ്റിലായിരിക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുക. ആ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ UDF-ന് അവിടെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, UDF-നെ ജയിപ്പിക്കാൻ ഈ BJP വളരെ സ്ട്രോങ് ആയൊരു കാൻഡിഡേറ്റ് നിർത്തുകയും BJP-ൻ്റെ വോട്ട് മുഴുവൻ BJP കളക്ട് ചെയ്യും, കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് കളക്ട് ചെയ്യും, CPM വോട്ടിന് CPM കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായ മത്സരത്തിൽ ചിലപ്പോൾ കോൺഗ്രസിന് അധികാരത്തിൽ ജയിക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പം നടക്കുന്നത് എങ്ങനെയാണ്, കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് ഹോൾഡ് ചെയ്യും, PV അൻവറിൻ്റെ വോട്ട് PV അൻവർ ഹോൾഡ് ചെയ്യും, CPM-ൻ്റെയും BJP-ൻ്റെയും വോട്ട് ഒരു സ്ഥലത്തേക്ക് ഹോൾഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈസി ആയിട്ട് വാക്കോവർ ജയിച്ചു പോകാൻ പറ്റും. അതോടുകൂടി കേരളത്തിൽ പിണറായിസത്തിന് പിന്നെ ഒരു എതിർ ശബ്ദവും ഇല്ലാതെ മാറും. ഇതാണ് കോൺഗ്രസിലെ BJP ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം ആർക്കില്ല, പ്രതിപക്ഷ നേതാവ് VD സതീശില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം പിണറായിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന നേതാവ് എന്ന് പറയുന്ന ആരാണ്, VD സതീശനാണ്. എന്താണ്, VD സതീശൻ ശക്തമായി എതിർക്കേണ്ട ആർക്കെതിരെയാണ്, കോൺഗ്രസിനെതിരെയാണ്, CPM-നെതിരെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയാണ്. ആ സർക്കാരിനെതിരെ എതിർക്കേണ്ട സംവിധാനം ഈ പറഞ്ഞ VD സതീശൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടപ്പെടാൻ കാരണം ഈ സമയം വരെ ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പോയിട്ട് ഏകദേശം UDF-ന്റെ മുഴുവൻ നേതാക്കന്മാരും ആ മണ്ഡലത്തിലുണ്ട്. ഒരു നേതാക്കന്മാർക്ക് പിണറായി വിജയനെതിരെ ഒരു വാർത്ത സംരക്ഷണം പറയാൻ പറ്റുന്നില്ല, ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചർച്ച ചെയ്യാൻ പറ്റില്ല. വന്യമൃഗശല്യം പ്രശ്നമല്ല, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നമല്ല, അവിടുത്തെ വികസനം പ്രശ്നമല്ല. ആ പ്രശ്നം മുഴുവൻ ഇവിടെ UDF-ന്റെ കയ്യിലേക്ക് ഒതുങ്ങി. അതുകൊണ്ടാണ് ലീഗിൻ്റെ നേതാക്കന്മാരും ഘടകകക്ഷികളും എല്ലാം ആദ്യത്തെ ദിവസം തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ വന്നിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തതാണ്, അൻവറിനെ പ്രഖ്യാപിച്ചാൽ മതി, ആ പ്രഖ്യാൻ VD സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അൻവർ എന്താണ് പറയുന്നത്? അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ കയ്യിൽ, ഞാൻ അൻവറിൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, ഒരു കാര്യം ഞാൻ പറയാം, അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ കയ്യിലാണ് ബോളിരിക്കുന്നത്, ബാറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന് അടിക്കാനുള്ള ശൈലി അടിക്കാം. ആ അടി കൊള്ളാതെ രക്ഷപ്പെടാനുള്ള ബുദ്ധി ആര് കാണിക്കലായിരുന്നു? കോൺഗ്രസ് കാണിക്കലായിരുന്നു. അതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റി, തെറ്റുപറ്റി. അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള അടിയായിരിക്കും കൊള്ളേണ്ടി വരിക. അതുമാത്രമല്ല 2026 ഇലക്ഷനിൽ ഇതായിരിക്കും ഗേറ്റ് ഓപ്പണിങ്ങിൽ. ഇതിൽ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഒരു ന്യായങ്ങളും ഇല്ല. കാരണം എന്താണ്? തൊട്ട് മുമ്പ് വരുന്ന നിയമസഭാ ഇലക്ഷനാണ്. ആ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അത് ജനങ്ങളാണ് പ്രതികരിക്കുന്നത്. ജനങ്ങൾ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഒരു ന്യായമില്ല. ജനകീയ കോടതിയിൽ പിണറായി വിജയൻ ജയിച്ചു കഴിഞ്ഞു. അതോടുകൂടി പിണറായി വിജയൻ ജയിക്കുന്നതോടുകൂടി VD സതീശനും തീർന്നു, UDF-ന്റെ ഘടകകക്ഷിയിൽ നിന്നു. അത് നല്ല. ഇനി വേറെ രസം എന്താണെന്നറിയോ? ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സാറേ. UDF-ന്റെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള മുഴുവൻ വികാരങ്ങളും ഈ നിലമ്പൂരിൽ പ്രതിഫലിക്കുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നതാണ്. എൻ്റെ വിചാരം എന്താണെന്ന് അറിയോ? ഈ പറഞ്ഞ സുധാകരൻ്റെ പക്ഷം ശക്തമായി ഇതിനോട് അടിയൊഴി നടത്തും. ഈ പറഞ്ഞ സ്ഥാനാർത്ഥി മാറ്റിയ VJ ജോയിൻ്റെ പക്ഷം നല്ല രീതിയിൽ അടിയൊഴുക്ക് നടത്തും. ഈ കഴിഞ്ഞ പ്രാവശ്യം കാലുവാരി തോപ്പിച്ചു എന്ന് VV പ്രകാശിൻ്റെ കുടുംബം പറയുന്ന ആ ടീം മുഴുവൻ കാലുവാരി എന്ത് ചെയ്യും? ഇതിൽ ശക്തമായി അഴിവൊക്കെ നടത്തും. ഇതിൻ്റെ മുഴുവൻ പാപഭാരവും ഏറ്റെടുക്കേണ്ട ആൾ VD സതീശനായി മാറും. അതിൻ്റെ എല്ലാ നാളത്തെ UDF യോഗത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല. ആ ഉത്തരവാദിത്തം മുഴുവൻ VD സതീശൻ ഏറ്റെടുക്കേണ്ടി വരും. അതോടുകൂടി ഈ പറഞ്ഞ UDF-ലുള്ള കലഹം വലിയ രീതിയിൽ മാറുകയും ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല കാലം ആരുടെയെന്നറിയോ? ഏറ്റവും നല്ല കാലം പിണറായി വിജയൻ്റെ കാലമാണ്. ഏറ്റവും നല്ല കാലമാണ് ഇപ്പോൾ. അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ UDF-ന് പറ്റുന്നില്ല എന്നുള്ളത്. ഒരു സ്ഥലത്ത് ഒരു ബാറ്റിൽ ഒരു PV അൻവറിൽ ഒതുങ്ങി ഇത് അവസാനിക്കാൻ പോവുകയാണ്. ഒറ്റ വിയോജിപ്പ് എനിക്കുള്ളൂ. ബാറ്റ് PV അൻവറിന്റെ കയ്യിലുണ്ട്, പക്ഷെ ബാറ്റ് ബോൾ അടിക്കാനല്ല, സ്വന്തം വിക്കറ്റ് അടിച്ചിടാനാണ് ഇപ്പോൾ. അല്ല, ഞാൻ പറയുന്നത് ജയിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞ ജയിക്കുന്നല്ലോ. ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ അടിക്കാനല്ല നോക്കുന്നത്, സ്വന്തം പോസ്റ്റിലേക്ക് നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കണക്കിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഇതാണ്. 2016 PV അൻവറിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് നേടിയ വോട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ആ ആര്യാടൻ ഷൗക്കത്തിന് 66,000 വോട്ട്. ഇപ്പൊ ആ വോട്ട് വർദ്ധിച്ചു. കാര്യം അതിനേക്കാൾ 10,000 പോളിംഗ് കൂടിയിട്ടുണ്ട്. തുല്യമായിട്ട് അത് വീതിച്ചു പോകാൻ നിർത്തിക്കും. അങ്ങനെ വീതിച്ചു പോകുമ്പോൾ പോലും LDF-ന്റെ അക്കൗണ്ടിലാണല്ലോ താങ്കൾ പറഞ്ഞ PV അൻവറിന്റെ വോട്ടുള്ളത്. ഇപ്പോൾ അത് കോൺഗ്രസിന് കൊണ്ടുവന്നതാണ്. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി. ആകെ ഭൂരിപക്ഷം 2700 അല്ലേ ഉള്ളൂ ഇപ്പോൾ. 2700 ആയിക്കോട്ടെ. ഇനി അത് എത്ര മാത്രം നിങ്ങൾ കുറച്ചാലും നിലവിലുള്ള വോട്ട് പാറ്റേൺ 5000 വോട്ടിന് അങ്ങനെയൊന്നല്ല. VV പ്രകാശിന്റെ പക്ഷെ നോക്കൂ, 2016 ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വിയോജിപ്പ് ആ മണ്ഡലത്തിൽ ഇല്ല. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ PV അൻവർ LDF-ലേക്ക് കൊണ്ടുവന്ന വോട്ടുകൾ തിരിച്ചു പോകുമോ ഇല്ലയോ? അതാണ് എന്റെ ചോദ്യം. LDF-ലേക്ക് PV അൻവർ കൊണ്ടുവന്ന വോട്ടുകൾ PV അൻവർ തിരിച്ചു കൊണ്ടുപോകുമോ ഇല്ലയോ? അത് കൊണ്ടുപോയാലും പ്രശ്നമില്ല. ആയിക്കോട്ടെ, അത് കൊണ്ടുപോകുന്നത് എത്രയായിരിക്കും? ഒരു 10,000 വോട്ട് കൊണ്ടുപോയാൽ LDF-ന്റെ വോട്ടാണോ കുറയുന്നത്? അൻവറിന്റെ കയ്യിലിരിക്കല്ല, UDF-ന്റെ കയ്യിൽ ഇരിക്കുന്നില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം LDF കിട്ടിയ വോട്ടിലാണ് 11,000 വോട്ട് കുറവ് വരുന്നത്. നിലവിൽ UDF-ന്റെ വോട്ട് അവിടെ ഇൻടാക്ട്. അങ്ങനെയല്ല സാർ, അവിടെ പ്രശ്നം BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഡിസിസീവ് ആവാൻ പോകുന്നത് BJP-യുടെ സ്ഥാനാർത്ഥി. കേക്കൂ, നിലവിലുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ഒന്ന് പോയി പരിശോധിച്ച് നോക്കണം. നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ആര്യാടൻ ഷൗക്കത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് ഏത് കമ്മ്യൂണിറ്റിയിലാണെന്ന് അറിയാം? അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, പുരോഗമന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. സമ്മതിച്ചു. ഒരു സാംസ്കാരിക മുഖം എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്തിന് ഇവിടുത്തെ ഈഴവ നായർ കമ്മ്യൂണിറ്റിക്കിടയിലുണ്ട്. ഭാസ്കരൻ പിള്ള സാറിന്റെ സഞ്ചയനത്തിൽ പങ്കെടുക്കാൻ പോയ ആര്യാടൻ ഷൗക്കത്ത് അതിനുശേഷം നൽകുന്ന സന്ദേശം ചെറുതല്ലാത്ത. ആര്യാടൻ ഷൗക്കത്തിനൊരു സെക്യുലർ ആയിട്ടുള്ള ഫേസ് ആര്യാടൻ ഷൗക്കത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. അതുകൊണ്ട് BDJS സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെങ്കിൽ UDF-ലേക്കായിരിക്കും
ആ ഈഴവ വോട്ടുകൾ അതൊന്നും നല്ല ചിന്തിക്കാൻ ശതമാനം പറ്റില്ല. വരിക, അതൊന്നും ചിന്തിക്കാൻ- നല്ല ശതമാനം വരിക അവിടെ എന്ന ഒരു കാര്യത്തിൽ ഒരു മുസ്ലിം തർക്കമില്ല. candidate ആയ ഒരു ഇത് കൂടെ പറഞ്ഞു വെച്ചോണ്ട ഒരു സെക്കൻഡ്. 2016 ഷൗക്കത്ത് മത്സരിച്ച് കഴിഞ്ഞതിന് ശേഷം ഷൗക്കത്ത് ആ കോൺഗ്രസിലൊന്നും ഉണ്ടായിരുന്നില്ല സാറേ. സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി പോവുകയത്, ഇപ്പൊ സംവിധാനം ഉണ്ടാക്കി പോവുകയത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. സംവിധാനമില്ല. ഇപ്പൊ അവിടുത്തെ യൂണിഫൈഡ് ഫോഴ്സ് ആണ്. 5 വർഷം PV അൻവറിനെതിരെ പരിപാടി നിർത്തി പോയത്. PV അൻവറിനെതിരെ ആ മണ്ഡലത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോഴല്ലേ? ഒറ്റക്കെട്ട നിങ്ങൾ ഫൈറ്റ് ചെയ്തോളൂ. അത് അൻവർ ഫൈറ്റ് ചെയ്തോളൂ. ഒറ്റക്കെട്ട അത് അൻവർ ഫൈറ്റ് ചെയ്തോളൂ. ഏത് തട്ടിൽ നോക്കിയാലും അത് അൻവർ ഫൈറ്റ് ചെയ്തോളൂ. അത് അൻവർ ഫൈറ്റ് ചെയ്തോളൂ. അത് PV അൻവർ ഉണ്ടാക്കി കൊടുത്ത ഐക്യം. ഞാൻ വിചാരിക്കുന്നുണ്ടല്ലോ 2011 PC ജോർജ് എന്ത് ചെയ്യും? ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പുറത്തു വന്ന സമയത്ത് ഇടതുപക്ഷം എടുത്തില്ല, വലതുപക്ഷം എടുത്തില്ല. 2011 അദ്ദേഹം അവിടെ സ്വതന്ത്രനായിട്ട് ചെയ്യുന്നു. അന്ന് ജയിച്ചത് 51,800 സ്വതന്ത്രനായിട്ട് 59,809 വോട്ടിനാണ് ജയിച്ചത്. അതിന് കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ജനങ്ങളിത് കാണുന്നുണ്ടല്ലോ. അഹന്ത കാണുന്നുണ്ടല്ലോ, ജനങ്ങൾ അഹന്ത കാണുന്നുണ്ട്. അത് എന്താണ് PV അൻവറിന്റെ ആണോ PD സതീശന്റെ ആണോ? Meet the editors.